പ്രേക്ഷകരെ ഇനിയൊരു പുലിയാണ് പരിചയപ്പെടുത്തുന്നത്. കാട്ടിലെ പുലിയല്ല, ഇത് നാട്ടിലെ പുലിയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടറിന്റെ പുലി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ. കോഴിക്കോട് നിന്നും നമ്മുടെ സ്വന്തം ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, ഓണാഘോഷം എങ്ങനെ പുരോഗമിക്കുന്നു കോഴിക്കോട്? ഒരു ഹാപ്പി ഓണം പറയണ്ട ആദ്യം. അതെ, ഉറപ്പായിട്ടും. ദീപക് മലയമ്മയ്ക്ക് അല്പം ക്ഷീണമാണെന്ന് തോന്നുന്നു. ഹാപ്പി ഓണം. ആ ഇൻട്രോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇല്ല, അത്ര വലിയ ക്ഷീണമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, രാവിലെ ഇവിടെയാണ് അത്യാവശ്യം ആളുകൾ എത്തുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. കാരണം ഭക്തിയുണ്ട്, അതിനപ്പുറത്ത് ആളുകൾക്ക് ഈ പ്രത്യേകിച്ച് നഗരമേഖലയിലുള്ള ആളുകൾക്കൊക്കെ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് കൂടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നഗരത്തിൽ മറ്റ് കേന്ദ്രങ്ങൾ ഇപ്പോൾ അത്ര കണ്ട് ജനനിബിഡമല്ല. കാരണം ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ അറിയാം. മിഠായി തെരുവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ അത്രത്തോളം ആളുകളെ കൊണ്ട് നിറയുന്ന ഒരിടമാണ്. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഓളവും ഒഴുക്കുമൊക്കെ കുറച്ച് അവസാനിക്കുമെന്നുള്ളതാണ്. ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എങ്ങനെ തൊഴുതോ? പൂക്കളൊക്കെ കണ്ടിട്ട് എങ്ങനെ? കുഴപ്പമില്ല, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. ഗംഭീരായി. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇട്ടുകൊണ്ടാണ്? കുഴപ്പമില്ല. അല്ല നമ്മളെ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്ന്. ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ അടിപൊളി ഗംഭീരാണ്. ഇങ്ങനെയാണ് മലബാറിലെ ഓണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഗംഭീരമാണ്, ഇന്ന് അല്പം കൂടി ഗംഭീരമാണെന്നുള്ളതാണ് ചേട്ടൻ പറയുന്നത്. ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ അഞ്ജനയും അങ്ങനെ പലരും പറഞ്ഞതുപോലെ മുല്ലപ്പൂ വാങ്ങാനുള്ള ആളുകൾ നിരവധിയായി വന്നു നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഇന്നലെ ഓണപ്പൂക്കളം തീർക്കാനുള്ള പൂക്കളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടാകണം. ഇനി ഇപ്പോൾ ഉള്ളത് തലയിൽ ചൂടാൻ അല്പം മുല്ലപ്പൂ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഇനി വരുന്ന മണിക്കൂറുകൾ അത് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സദ്യവട്ടങ്ങൾ ഒരുക്കണം, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളൊക്കെ ഓണസദ്യ കഴിക്കുക തിരുവോണത്തിന്റെ അന്നാണ്. പക്ഷേ അതിനും ഏറെ മുൻപേ ഓണസദ്യ കഴിച്ച ഒരാളാണ് ദീപക് മലയമ്മ. ആ സദ്യ കഴിച്ചെങ്കിൽ ദീപക് മലയമ്മ വല്ലാണ്ട് ക്ഷീണിച്ചു പോയെന്ന് തോന്നുന്നു. ഈ ഓണേർ കാണുമ്പോൾ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ ദീപക്, എന്താ കാര്യം? ഡയറ്റാണ്, ഭയങ്കരമായ ഡയറ്റാണ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് സദ്യ കഴിച്ചിട്ടുണ്ട്, പല വിധത്തിലുള്ള സദ്യകൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡയറ്റ് പിടിക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഫുഡ് ആയതുകൊണ്ടാണോ? സദ്യ കൊണ്ടുള്ള ഡയറ്റ് അത് ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. അല്ല, അങ്ങനെ അല്ല, അവിടെയാണ് അശ്വതി പറഞ്ഞത്. ഈ ദീപക് മലയമ്മയ്ക്ക് ഒത്തിരി ആരാധകരുണ്ട്. അപ്പം ആരാധകരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചായിരിക്കും ഈ ഡയറ്റ് അല്ലേ? അങ്ങനെയല്ല, ഇത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്ന, രാവിലെ ഉറക്കം കുറയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു പൊതുവെ പറയുന്നുണ്ട്. പലതും അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം അധികം എടുത്തുള്ള ഡയറ്റ് ആണ് ആശ ഉദ്ദേശിച്ചത്. പക്ഷെ സിംപ്ലിസിറ്റി ആണ് കേട്ടോ മെയിൻ. അപ്പോ സിംപ്ലിസിറ്റി മെയിൻ ആയിട്ടുള്ള ഒരാളിലേക്കാണ് നമ്മൾ പോകുന്നത് അടുത്തല്ലേ.